തഖ്വ കൊണ്ടുള്ള ഉപദേശമാണ് ജുമുഅയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. തഖ്വയില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമല്ല. ഇതൊരു മേമ്പടിക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല. തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ, തഖ്വയുടെ ചിന്തയില്ലാതെ, കർമ്മങ്ങളുടെ യഥാർത്ഥ പ്രതിഫലവും പ്രതീക്ഷയും പടച്ച റബ്ബിന് വിട്ടുകൊടുക്കാതെ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഇവിടം വിട്ടു പോവേണ്ടവരാണ്. റബ്ബിന്റെ സന്നിധിയിലേക്ക് യാത്ര പോകേണ്ടവരാണ്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആത്മാർത്ഥമായും പ്രതിഫലം ആഗ്രഹിച്ചും നിർവഹിക്കാൻ സാധിക്കുക എന്നത് തന്നെയാണ് തഖ്വയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അത്തരത്തിൽ മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ എല്ലാ ആഴ്ചയും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ ചില ആളുകൾ ഒരുമിച്ച് കൂടിയവർ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും സാധ്യതയില്ല. അള്ളാഹു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമ്മൾ ഇഷ്ടപ്പെട്ടവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളക്കണക്കിന് പ്രയാസങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പലപ്പോഴും നമ്മൾ ദീന് മറക്കുന്നത്, ഇസ്ലാമിന്റെ ചിട്ടകൾ മറക്കുന്നത് നമ്മുടെ പ്രയാസങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ്. അള്ളാഹു നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ജീവിത വിശുദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റജബ് മാസം അവസാനിച്ചു, ശഅബാനിലെത്തി. റജബിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ആ പ്രാർത്ഥന ഇങ്ങനെ അല്ലാഹു സ്വീകരിക്കാൻ, ആ പ്രാർത്ഥന ഇങ്ങനെ സ്വീകരിക്കാൻ. ഇപ്പൊ റജബ് മാസം നമ്മിൽ നിന്ന് വേർപെട്ട് ഇപ്പൊ നമ്മൾ ശഅബാനിലെത്തിയിട്ടുണ്ട്. ശഅബാനിൽ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഉത്ബോധനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റജബ് മാസത്തിന്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ലാ തളിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ റജബ് മാസം അള്ളാഹു പ്രത്യേകം പവിത്രമാക്കിയ, നിങ്ങൾ ആക്രമിക്കാൻ പാടില്ലാത്ത വളരെ പവിത്രമായ മാസമായി പരിഗണിച്ചിട്ടുള്ള മാസമാണ് റജബ് മാസം. ഏറ്റവും പ്രധാനപ്പെട്ട 4 മാസങ്ങളിൽ ഒന്ന് റജബ് മാസമാണ്. ആ പരിഗണനയും ആ ശ്രദ്ധയും ആ മാസത്തോട് നമ്മൾ നൽകിയിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. ഇസ്രാവും മിഅ്റാജും അടക്കമുള്ള നമസ്കാരത്തിന്റെ നിർബന്ധമാക്കലടക്കമുള്ള ചരിത്ര സംഭവങ്ങളും ആ മാസത്തിന്റെ പ്രത്യേകതയാണ്. അത് ഈ മിമ്പറിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റജബ് മാസം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശഅബാൻ മാസമാണ്. എന്താണ് ശഅബാനിലേക്ക് വരുമ്പോ എടുത്തു പറയേണ്ട, നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട്? അതിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസാണ് അതിന്റെ അടിസ്ഥാനമായി ഇന്നത്തെ ഖുത്ബയിൽ ഉദ്ധരിക്കുന്നത്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് അത് നിവേദനം ചെയ്യുന്നത്. ഉസാമ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിനു വേണ്ടി അങ്ങേയറ്റം സംഭാവന ചെയ്ത ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ പെരുവിരലിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് അവസരമില്ല എന്നറിഞ്ഞിട്ടും പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വെപ്രാളം കാട്ടിയ ഒരു സ്വഹാബിയാണ്. നമ്മുടെ മക്കളെ പോലെയല്ല, എല്ലാം ദീനിനു വേണ്ടി വിട്ടുകൊടുത്ത, പ്രവാചകന്റെ കൂടെ സഹവസിച്ച 16-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ അദ്ദേഹത്തിന് വിവാഹം നടത്തിക്കൊടുക്കുന്നത്. വിരൂപിയായിരുന്നു കുറച്ചൊക്കെ, മാതല്ല, കാണാനൊന്നും ചൊറുക്കില്ലാത്തൊരു പ്രത്യേക മനുഷ്യനായിരുന്നു മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ വലിയ സ്നേഹത്തോടെ തലോടുകയും സ്നേഹിക്കുകയും കവളത്ത് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്വഹാബിയാണ് അദ്ദേഹം. 20-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള മഹാരഥന്മാരായ സ്വഹാബിമാർ പങ്കെടുത്ത യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാനുള്ള സേനാ നായകത്വ പദവി നൽകിക്കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ലോകത്തോട് വിട പറയുന്നത്. അത്രയും പ്രാധാന്യപൂർവ്വം പ്രവാചകൻ പരിഗണിച്ച സ്വഹാബിയാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അല്ലാഹു അദ്ദേഹത്തോടൊപ്പം നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അദ്ദേഹത്തെ എന്റെ നേതാവേ എന്ന് വിളിച്ചത് കണ്ടപ്പോ ആരോ പറഞ്ഞത്രേ, എന്താ മനുഷ്യങ്ങൾക്ക്, അതൊരു ചെറിയ മനുഷ്യനല്ലേ, നിങ്ങളെപ്പോലത്തെ ഒരു വലിയ ഖലീഫ, വലിയൊരു ഭരണാധികാരി എന്റെ നേതാവേ എന്ന് വിളിക്കാൻ? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊക്കെ പങ്കെടുത്ത യുദ്ധത്തിൽ എന്റെ നേതാവാക്കി റസൂൽ നിശ്ചയിച്ച മഹാനാണ് ഉസാമ എന്നാണ്. ആ ഉസാമ പല കാര്യങ്ങളും നബിയോട് ചോദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചത്ര, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ ലം അറക ശഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ റമളാനെ മാറ്റി നിർത്തിയാൽ വേറൊരു മാസവും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ധാരാളമായി നോമ്പെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ. എന്താണ് അതിന് കാരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉള്ള മറുപടി എന്നോണമാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് രൂപപ്പെടുന്നത്. അതിന് മറുപടിയായി മുഹമ്മദ് റസൂലുള്ള പറഞ്ഞത്, അതൊരു പ്രത്യേക മാസമാണ്. ഞാനും നിങ്ങളുമൊക്കെ അശ്രദ്ധമായി പോകുന്ന മാസം, ശ്രദ്ധിക്കാതെ പോകുന്ന മാസം. ബൈന റജബിൻ വ റമളാൻ, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ അശ്രദ്ധമാകുന്ന, നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ജാഗ്രതയുള്ള കർമ്മിയാക്കി മാറ്റിയത് എന്ന് ആ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റമളാന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. റജബിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. റമളാൻ പുണ്യങ്ങളെ പൂക്കാലമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ബദറിന്റെ ചരിത്രപരമായ, ആരാധനാപരമായ, ആഘോഷപരമായ ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് റമളാൻ. റമളാൻ ഒരു തരത്തിലും ഒരു വിശ്വാസിയും വിശ്വാസത്തിന്റെ കണികയുള്ള ഒരാളും ഒരശ്രദ്ധയും വരുത്താതെ പരിഗണിക്കുന്ന മാസമാണ് റമളാൻ. പക്ഷേ ശഅബാൻ മാസത്തോട് ഒരു തരം അലംഭാവം, ഒരു അശ്രദ്ധ നമുക്കൊക്കെയുണ്ട്. നമ്മൾ ആരും കുറ്റപ്പെടുത്തുകയില്ല, നമുക്കൊക്കെയുണ്ട്. ആ ഒരു അശ്രദ്ധ എനിക്ക് സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശഅബാനിൽ ധാരാളമായി ദിക്ർ ചൊല്ലിയും പ്രാർത്ഥന നിർവഹിച്ചും സമയത്തിനും കാലത്തുമൊക്കെ പള്ളിയിൽ വന്നും ഒരു ഒരുക്കം നടത്താൻ അല്ലാഹുവിന്റെ റസൂലിന് തോന്നിയത് എന്ന് ഉറപ്പെടുത്തുകയാണ്. എന്തായിരിക്കും അതിന്റെ ഒരു പ്രാധാന്യം? ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് വഹുവ ശഹ്റുൻ, ആ മാസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. മനുഷ്യരുടെ, വിശ്വാസികളുടെ എല്ലാ കർമ്മങ്ങളും അള്ളാന്റെ സന്നിധിയിലേക്ക് ഹാജരാക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുഴുവൻ കർമ്മം കഴിഞ്ഞ റമളാൻ 1-ാം തീയതി മുതൽ ഈ ശഅബാൻ 29 വരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത നോമ്പുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, സ്കോഡുകൾ, വായനകൾ, പഠനങ്ങൾ, സ്വതക്കകൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു അസൈൻമെന്റ് കണക്കെ, ഒരു പ്രൊജക്ട് പോലെ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ തുർഫഅ അമലി വഅന അസൂമു യാ ഉസാമ. എന്റെ കർമ്മങ്ങൾ അള്ളാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കെ അത് റബ്ബിന്റെ സന്നിധിയിലെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്കൊക്കെ വലിയ പ്രാധാന്യം ഉള്ളിൽ തട്ടാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ റബ്ബിലേക്ക് എത്തണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പെടുത്തിരുന്നു. അതിന്റെ ഒരുപാട് ഹദീസുകളും ഒരുപാട് പണ്ഡിതന്മാരുടെ വിവരങ്ങളും കാണാൻ പറ്റും. നഷ്ടപ്പെട്ട ഫർള് നോമ്പുകൾ നോറ്റുവീട്ടേണ്ടത് റമളാന്റെ മുമ്പ് തന്നെയാണ്. കഴിഞ്ഞ റമളാൻ നഷ്ടപ്പെട്ട നോമ്പ് ഈ റമളാന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാണ്, ആരോഗ്യമുണ്ടെങ്കിൽ. അത് സ്ത്രീകളുടെ പ്രകൃതിപരമായ കാരണം കൊണ്ടാണെങ്കിലും അല്ലാത്ത അവസ്ഥയിലും ഒക്കെ. പക്ഷെ ഫർളുകൾ മാത്രമല്ല, നമ്മളെപ്പോഴും ഫർള് നമ്മൾ നോറ്റുവിട്ടും. സുന്നത്തോ നമ്മൾ ശവ്വാലിലെ നോമ്പില് നമ്മൾ പലരും എടുത്തിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ അറഫാ നോമ്പ് നമ്മൾ പലരും എടുത്തിട്ടുണ്ട്. ഏതോ സാഹചര്യവശാൽ യുദ്ധത്തിന്റെ സമയത്ത്, വേറെ ഏതൊരു യാത്രയുടെ സമയത്ത് പ്രവാചകൻ നഷ്ടപ്പെട്ടിരുന്ന പല പല നോമ്പുകളും, ചെറിയ ചെറിയ നോമ്പുകളും സുന്നത്തായ നോമ്പുകളുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശഅബാനിൽ അതെടുത്തുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിർവഹിച്ചിരുന്നു. നോമ്പ് മാത്രമല്ല, സുന്നത്തായ നമസ്കാരങ്ങൾ, സുബഹി നിസ്കരിക്കാൻ നേരം വൈകിയ സമയത്ത് റസൂലുള്ള നിസ്കരിക്കേണ്ടി വന്നാൽ ആ മുമ്പ് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ പിന്നീട് നിസ്കരിക്കാൻ നമുക്ക് പഠിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു റസൂൽ അത് ഖളാ വീട്ടുന്നത് കൊണ്ടാണ്. അങ്ങനെ ഖളാ വീട്ടുന്ന തരത്തിൽ ദിക്റുകളും തസ്ബീഹുകളും, പ്രത്യേക സമയത്ത് മറന്നുപോയ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ആരാധനാകർമ്മങ്ങളും ഈ ശഅബാൻ മാസത്തിൽ കൂടുതലായി അള്ളാഹുവിന്റെ പ്രവാചകൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി ജാഗ്രത പാലിച്ചിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് നമുക്ക് ഈ ഹദീസിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ പ്രവാചകന്റെ ഭാര്യമാർ, അവർക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ പലപ്പോഴായി അവര് ശഅബാനിൽ പൂർത്തിയാക്കും. അപ്പൊ ഒട്ടുമിക്ക ഭാര്യമാരും നോമ്പുകാരായിരിക്കും. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവരുമായി ഒരു ഐക്യദാർഢ്യം എന്ന നിലക്കും വീട്ടിലൊരു നോമ്പിന്റേതായ ചുറ്റുപാട് രൂപപ്പെടുത്താനും വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സമയത്ത് നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ് ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത.
ഏറ്റവും ചുരുങ്ങത് തിങ്കളും വ്യാഴവും, അതേപോലെ തന്നെ ഷാബാൻ 13, 14, 15 പ്രത്യേക സുന്നത്തുള്ള നോമ്പുകളെങ്കിലും ഈ അർത്ഥത്തിൽ നമുക്ക് എടുക്കാനും നോമ്പിലേക്ക് റമദാനിലേക്ക് ഒരുങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ചിട്ടപ്പെടുത്താനും നമ്മുടെ കുടുംബത്തെയും കൂട്ടി അതിലേക്ക് ഒരു ശ്രദ്ധയുണ്ടാക്കാനും നമുക്ക് സാധിക്കണമെന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണെന്നാണ്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ നമ്മുടെ കർമ്മങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നല്ലതും ചീത്തതൊക്കെ. എല്ലാ കർമ്മങ്ങളും എല്ലാ ദിവസവും ഒരു രേഖപ്പെടുത്തലുണ്ടാകും. 2 സെഷനായിട്ട് മലക്കുകൾ വരുന്നതാണ്. സുബഹി സമയത്ത് ഒരു മലക്കുകൾ വരും, അസർ സമയത്ത് മലക്കുകൾ വരും. ഓരോ ദിവസത്തെ കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുന്നുണ്ട്. ആഴ്ചയിൽ തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ പോകുന്നുണ്ട്. ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അസൈൻമെന്റായി അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന മാസം കൂടിയാണ് ശഅബാൻ മാസം. ആ ഒരു ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അർത്ഥത്തിൽ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ആലോചന അതെന്താണെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറുകളിലും ഗൗരവമേറിയൊരു റിപ്പോർട്ട് എന്റേതായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ ഇടപാടുകൾ നന്നാക്കാൻ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ചിട്ടയിലും വ്യവസ്ഥയിലുമാക്കാൻ നമുക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കണ്ണിമ വെട്ടുന്നതടക്കം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു നെടുവീർപ്പ് പോലും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന ഉത്തമമായ ബോധ്യമാണ് ഒരു വിശ്വാസിക്ക് പ്രത്യേകിച്ച് ശഅബാൻ ഈ അവസ്ഥയിൽ ഓർമ്മയുണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും, ഒരു ബോധ്യം ഉണ്ടാകും. പടച്ചോനെ, ഞാൻ ഇങ്ങനെ പോരല്ലോ. ഒരു പന്ത് കളി ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് തങ്ങൾ ഇഷ്ടപ്പെട്ട ടീമിലെ അംഗങ്ങൾ 11 പേരും അവസാനത്തെ 90 മിനിറ്റ് വരെ വളരെ മോശപ്പെട്ട കളിയാണ് കളിച്ചതെങ്കിൽ ആ ടീമിനോട് ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇഞ്ചുറി ടൈമിലെങ്കിലും എതിർ ഗോളിയുടെ അല്ലെങ്കിൽ എതിർ ടീമിന്റെ വലയിലേക്ക് ഒരു ഗോൾ അടിച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും, പല കുറ്റപ്പെടുത്തലുകളും, പല വിമർശനങ്ങളും അവിടെ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ പറയും, എന്നാലും ജയിച്ചല്ലോ, ഇനിപ്പോട്ട് അത് വിഷയാക്കണ്ട. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഏതൊരു സംഗതിയും അതിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്, വേറെ ആരുമല്ല. നമ്മളൊരു ഓഫീസറുടെ അടുത്തേക്ക് ഒരു ഫോം കൊണ്ടുപോകുമ്പോൾ ഒരു ഒപ്പിടാൻ നമ്മൾ മറക്കുവോ? ഒരു അടിവരടാൻ നമ്മൾ മറക്കുവോ? ഒരു കുത്തിടാൻ നമ്മൾ മറക്കുവോ? കൊണ്ടുപോകേണ്ട രേഖകളൊക്കെ കൊണ്ടുപോകില്ലേ? കൊടുക്കേണ്ട രേഖകളൊക്കെ കൊടുക്കൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന നമ്മുടെ സൃഷ്ടാവായ നമുക്ക് കഴിവുകൾ തന്ന, ഭക്ഷണം തന്ന, മക്കളെ തന്ന, സൗകര്യങ്ങൾ തന്ന, എല്ലാവിധ രീതിയിലും നമ്മെ പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് അബ്ദുൽ റഫീഖ് എന്ന എന്റെ രേഖാ പുസ്തകം, എന്റെ 1 വർഷത്തെ കർമ്മ പുസ്തകം റബ്ബിന്റെ മേശപ്പുറത്തേക്ക് ചെല്ലാണ്. അത് ശഅബാനിലാണ്. ശഅബാൻ 29 മുമ്പാണ്. അവിടെ ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ട് അപ്പുറത്തേക്ക് ദൂരേക്ക് വലിച്ചെറിയുന്നൊരു പുസ്തകമായി അത് മാറരുത് എന്ന ജാഗ്രത എനിക്കുണ്ടാവണ്ടേ, എന്ന ബോധ്യം എനിക്കുണ്ടാവണ്ടേ, എന്ന ഉത്തമമായ ഒരു അച്ചടക്കം എനിക്കുണ്ടാവണ്ടേ. പറ്റിപ്പോയിട്ടുണ്ട് കുറെ അബദ്ധങ്ങൾ, പറ്റിപ്പോയിട്ടുണ്ട് കുറെ ഇടപാടിലെ പ്രശ്നങ്ങൾ, പറ്റിപ്പോയിട്ടുണ്ട് സംസാരത്തിലെ വീഴ്ചകൾ. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് അതിലെ കുറവുകളൊക്കെ ഒന്ന് കണ്ടെത്തി അതിലേതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് അള്ളാഹിന്റെ സന്നിധിയിലേക്ക് റിപ്പോർട്ട് പോകുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുക എന്നത് അതാണല്ലോ നോമ്പിലേക്കുള്ള ഒരുക്കം. ഒരു ശുദ്ധമനസ്. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ള പറയുന്നതറിയോ, നിങ്ങളെല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് തന്നെയാണ്. കുല്ലുബിന് ആദമ, എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ നോമ്പ് അങ്ങനെയല്ല കേട്ടോ. അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. കണക്കില്ലാത്ത പ്രതിഫലം ഞാൻ നൽകുന്ന ഒരു കർമ്മമാണ് എന്റെ നോമ്പ് എന്ന് അല്ലാഹു. അസൗമുലി വ അന അജ്സി ബിഹി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നോമ്പിനെ കുറിച്ച് പറഞ്ഞെന്തറിയോ? ഷഹ്റു സ്വബർ, ക്ഷമയുടെ മാസം. ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം വരെ കുത്തിരിക്കുന്ന ഇരുത്തം മാത്രമല്ല ക്ഷമ. അക്ഷരാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ സ്വബർ അഭ്യസിക്കുക, അത് ശരിക്ക് പരിശീലിച്ച് നേടേണ്ടത് കേട്ടോ. ക്ഷമ ഒരു പരിശീലനമാണ്. റമദാൻ 1 മുതൽ ക്ഷമിക്കാം. ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പം വല്ലാതെ തീറ്റകൾ നടക്കൂല, അപ്പൊ ഈ ശഅബാൻ മാസം മോശമായി ജീവിക്കുന്നവരുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ വർത്താനം കേട്ടു. കുറച്ച് സമയത്തൊന്നും നടക്കൂല കേട്ടോ, പരമാവധി ചെയ്തോളി എന്നാണ്. പരമാവധി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന മാസമാണ് ശഅബാൻ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട്.
അല്ലെങ്കിൽ ഏതായാലും ഇപ്പൊ 2 ആഴ്ച കൂടെയല്ലുള്ളൂ, ഏതായാലും 2-3 ആഴ്ചയല്ലുള്ളൂ, അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെ, അതുവരെ ഇങ്ങനെ കുറച്ച് ചെറിയ പലിശയും ലോണും സംവിധാനങ്ങളായിട്ട് പോട്ടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ അവന്റെ കർമ്മങ്ങളെ മികച്ചതാക്കാനും പുതിയൊരു അധ്യയന വർഷം, പുതിയൊരു പഠന വർഷം, പുതിയൊരു ജീവിത ധാർമ്മിക വർഷം റമദാൻ 1 ആരംഭിക്കുമ്പോ അതിൽ ഒരു പരിശീലനമായി, അതിലേക്കുള്ളൊരു പരിശീലനമായി ക്ഷമയെ പരിഗണിക്കുകയും അതിനുവേണ്ടി ആവശ്യമായ ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശീലനത്തോടെ നേടേണ്ടതാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത്, പുതിയ പ്രതിസന്ധിയുടെ കാലത്ത് ഇസ്ലാമും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളും ഇസ്ലാമിക വിഷയങ്ങളും അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിൽ വലിച്ചു കീറപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, സക്കാത്ത് സംഘടിതമായി നൽകുന്നത് ഇസ്ലാമികമല്ല, അത് ദുരന്തങ്ങളിലേക്ക് നയിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അത്തരത്തിലുള്ള ഇസ്ലാമികമായ മുന്നേറ്റങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഞാൻ പറയുക, ഏറ്റവും ശക്തമായ ഒരു പരിശീലനം വിശുദ്ധ റമദാൻ മാസം മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു ക്ഷമയുടെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശഅബാൻ മാസത്തിലൂടെ നേടാൻ സാധിക്കേണ്ടത് എന്നുകൂടി ഞാൻ അടിവരയിടുകയാണ്. 17 വർഷക്കാലത്തെ ഉപരോധത്തെ അതിജീവിക്കാൻ ഫലസ്തീനികൾക്ക് സാധിച്ചത് ഇന്നും ഫലസ്തീനിലെ ഗസയിലെ മുസ്ലിമീങ്ങൾ വിജയിച്ച് വെള്ളി വിളക്ക് പോലെ നിൽക്കാൻ അവർക്ക് സാധിച്ചത് അവർ ക്ഷമയുടെ ഒരു ഫലം തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹനെ സഹായിക്കുമെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കൂട്ടോ. അങ്ങനെയുണ്ടല്ലോ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹ് നിങ്ങളെ സഹായിക്കും. അല്ലാഹ് നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞെന്തറിയോ, വയസ്സബിത്ത് അഖദാമക്കും, നിങ്ങളെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതന്നെയാണ് ശരിക്കും ഗസ നമുക്ക് ഉറപ്പെടുത്തുന്ന ഒരു പോയിന്റ്. മനസ്സിലാവണില്ല. ഒക്ടോബർ 7 തൂഫാൻ ലക്സക്ക് ശേഷം 480 ദിവസം നീണ്ടുനിന്ന പോരാട്ടം ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ കുറഞ്ഞ ആളുകൾ, കുറഞ്ഞൊരു നാട്, ലോക പോലീസ് എന്ന മൊസാദ് എന്ന ലോകത്തിലെ ചകുത്താനാകുന്ന ഇസ്രായേൽ രാഷ്ട്രം നിരന്തരമായി അവസാന ഘട്ടത്തിൽ സന്ധി സംഭാഷണ ചർച്ചകൾക്കിടയിൽ പോലും, അതിനുവേണ്ടി എഴുതുന്ന ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പ് പോലും ബോംബ് സ്ഫോടനങ്ങളും മിസൈലുകളും വർഷിച്ചുകൊണ്ട് നിരന്തരം കൊലപ്പെടുത്തിയ ആ മനുഷ്യർ ഒരിക്കൽ പോലും അവരെ പോരാട്ട വീര്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോവാനോ അവർക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘടനക്കെതിരെ, ഹമാസിനെതിരെ ഒരു വൈമുഖ്യം പോലും കാണിക്കാൻ പറ്റാത്ത വിധം ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചത്. ഏറ്റവും ഒടുവിൽ യുഎന്നിന്റെ ഒരു റിപ്പോർട്ട് കണ്ടത് 20 വർഷം വേണ്ടിവരുത്രേ അവിടെയുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ യുദ്ധ ആനന്തര സംഭവ വികാസങ്ങൾ മാറ്റി പുനർനിർമ്മിക്കാൻ 20 വർഷം വേണ്ടിവരുമെന്നാണ്. അത്രയും തകർന്ന് തരിപ്പണമായ ഒരു ജനത തോറ്റിട്ടില്ല എന്ന് ആളുകൾ പറയേണ്ട അവസ്ഥയിലേക്ക് വന്നത്, തോൽക്കാത്ത വിധം ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചത്, വെടിനിർത്തലിന് ശേഷം അവർ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പുതിയ റിക്രൂട്ട്മെന്റിലൂടെ അവരുടെ സംഘാടനം സംവിധാനങ്ങൾ ശക്തിപ്പെടാൻ അവർക്ക് സാധിച്ചത് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത് 10 കൊല്ലം വേണ്ടിയിരുന്നാണ്. ആ അർത്ഥത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അവർ പാലിച്ചിട്ടുള്ള ക്ഷമയുടെ ഫലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചിലപ്പോൾ വാക്കുകളെ കൊണ്ടോ എഴുത്തുകളെ കൊണ്ടോ മനസ്സിലാവുന്ന ഒന്നല്ല. അങ്ങനെ ക്ഷമയോടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ മുന്നിൽ കണ്ട്, പ്രയാസങ്ങളെ മുന്നിൽ കണ്ട്, അതിൽ നിന്നും മടിപതറാതെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേട്ടും അനുസരിച്ചും അള്ളാഹു ഒരു അടുപ്പമുണ്ടാക്കുന്ന, ഇഷ്ടമുണ്ടാക്കുന്ന, നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും താല്പര്യമില്ല അള്ളാഹിനോടൊരു ഇഷ്ടം ഉണ്ടാവുണ്ടല്ലോ. ഇതൊക്കെ തന്നത് അള്ളയാണല്ലോ, ഇതൊക്കെ എടുക്കുന്നത് അള്ളയാണല്ലോ. ഞാൻ പലപ്പോഴും എന്റെ ഖുതുബകളൊക്കെ പറയേണ്ടത്, ഈ ലോകത്തിലെ ഏറ്റവും പാവാരെന്ന് വെച്ചാൽ പടച്ച റബ്ബാണ്. എന്നോടൊരാൾ പറഞ്ഞു, ഞങ്ങളെ ആദ്യമായിട്ടാണ് അള്ള പാവാന്ന് കേൾക്കണെന്ന്. അള്ള പാവം തന്നെയാണ്, വേറെ വല്ല അള്ളയാണ് കാണുന്നത്. നമ്മളൊക്കെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ പ്രവർത്തനം, എന്തൊക്കെ ചതികൾ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കുറവുകൾ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്നത്, എത്ര മനോഹരമായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും എപ്പോഴാണ് നമ്മൾ സുബഹിസ്കരിന്? എത്രങ്ങാനും ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, എന്താ നമ്മൾ ചൊല്ലാത്തത്? എത്രങ്ങാനും പ്രതിഫലം കിട്ടുന്ന ആരാധനാകർമ്മങ്ങളും ഇടപാടുകളും എന്താ നമ്മൾ ചെയ്യാത്തത്? പലിശയുടെ ദുരന്തം നന്നായി അറിഞ്ഞിട്ടും എന്താ നമ്മൾ ലോണും പലിശയുമായി മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ജീവിതം തന്നെ നോക്ക്, നമ്മൾ അള്ളാഹുവായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകളായി. അതിനെ പൊളിച്ചടുക്കി ഈ ലോകത്തിന്റെ സിസ്റ്റങ്ങളെ ജീവിതത്തിന്റെ ക്രമം കൊണ്ട് മാറ്റിപ്പണിയാൻ, നമുക്ക് നമ്മളെ തന്നെ മാറ്റിപ്പണിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ഷമ അവലംബിക്കുന്ന, അള്ളാഹുമായി അടുത്ത ബന്ധമുള്ള ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനാണോ? നമുക്ക് നമ്മുടെ കുട്ടിയെ കാണാം. നിങ്ങൾ ചോദിച്ചു നോക്കി,
നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രവാചകനാണോ? നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഇഷ്ടങ്ങളെക്കാൾ, കച്ചവടങ്ങളെക്കാൾ, എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നവരെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് എന്ത് ഇഷ്ടമാണ് നമുക്ക് പ്രവാചകനോടുള്ളത്, എന്ത് ഇത്തിബാണ് നമുക്ക് നബിയോടുള്ളത്, എന്ത് ഇഷ്ടമാണ് അള്ളാഹിനോടുള്ളത്. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ അള്ളാഹ് തന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അർത്ഥത്തിലുള്ള നമ്മുടെ കുറവുകളെ നമ്മൾ അകന്നു പോയിട്ടുണ്ട് ഒരുപാട്. അള്ളാഹിലേക്ക് ആ അകലം കുറക്കാനെങ്കിലും ശഅബാനിലെ കർമ്മങ്ങൾക്ക്, ഈ അർത്ഥത്തിലുള്ള നിയ്യത്തുകൾക്ക് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്താൻ, നമ്മുടെ ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്താൻ, ക്ഷമയുടെ പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട മാസമാണ് ശഅബാൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അർത്ഥത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, സമയമുണ്ട്, ഒഴിവുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യൂല. അങ്ങനെ ചെയ്യൂല എന്ന് ഉള്ളപ്പോൾ തന്നെ ചെയ്യാനുള്ളൊരു പ്രചോദനം മാത്രമാണ് നമ്മുടെ ഖുതുബകൾ എന്ന് പറയുന്നത്. ആ തരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സ്വയം ഒന്ന് ആലോചിച്ച് സ്വന്തത്തെ ഒന്ന് പുനരാലോചനയ്ക്ക് വിധേയമാക്കി നമുക്ക് ഏറ്റവും മികച്ച റിപ്പോർട്ട്, ഏറ്റവും മികച്ച അസൈൻമെന്റ് നമ്മുടെ പേരിലുള്ള, അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇല്ല നമ്മൾ വിശ്വസിക്കണം. ആ ഒന്നുണ്ടോ, അതൊക്കെ വെറുതെ മൂല്യമാർ ഓരോന്ന് പറയണതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ആകാം. യാതൊന്നുമില്ല, മരിച്ചിട്ട് ഇപ്പം എന്താ, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഖബറിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഒക്കെ അങ്ങനെ മണ്ണായി പോകാന്നല്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് നോ പ്രോബ്ലം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ലല്ലോ. നമുക്ക് ഈമാൻ കിട്ടണമല്ലോ, ഈമാൻ കിട്ടി മരിക്കണമല്ലോ, ഖബർ ചെന്ന് കിടക്കണമല്ലോ, മൂക്കിലും ഒക്കെ പഞ്ഞിയും വെച്ച് കാലും കൈയും ഒക്കെ കൂട്ടിക്കെട്ടി പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകലോ, കൊണ്ടുപോയിട്ടുണ്ടല്ലോ, മുമ്പുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, നമ്മളെയും കൊണ്ടുപോകലോ. അങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക, പരസ്യമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നിരിക്കെ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാൻ? അള്ളാഹുവാണ്. നമ്മൾ ചെല്ലുന്നത് അങ്ങോട്ട് അള്ളാഹിന്റെ അടുത്തേക്കാണ്. അള്ളാഹുന്റെ റസൂൽ എന്താ പറഞ്ഞത്? ശഅബാനുകൾ റെഡിയാവണം, തയ്യാറാവണം, കുറവുകൾ കണ്ടെത്തണം, പരിഹരിക്കണം, മക്കളെയും കുട്ടികളെയും കുടുംബത്തെയും അതിനുവേണ്ടി പ്രാപ്തമാക്കണം. ആ തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ മറന്നുപോയ, നമ്മൾ പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിച്ചുപോയ എല്ലാ സാങ്കേതിക പദങ്ങളും ഒരു സീസൺ ആകുമ്പം ഇങ്ങനെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജിഹാദ് എന്തെയ്യുന്നു? പഴയ കാലത്ത് പറഞ്ഞ ജിഹാദിന്റെ മനോഭാവം അപ്പൊ അത് മാറി. നമ്മൾ പറയാൻ മടിച്ചു. ദഅവത്താവട്ടെ, ഇസ്ലാഹാവട്ടെ, ജിഹാദാവട്ടെ, ലവ് ജിഹാദാവട്ടെ, കാഫിർ സ്ക്രീൻഷോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഖലീഫ, എന്തെല്ലാം തർക്കങ്ങളുണ്ടായി. ആരാണ് ഖലീഫ? ആളുകൾ പഠിച്ചു. അത് ശ്രദ്ധിക്കാതെ പോകുന്നത് ആരറിയോ? ഇതൊക്കെ കയ്യിലുള്ള ഖുർആനൊക്കെ സെൽഫിലുള്ള കുറച്ചൊക്കെ മനപ്പാടം അറിയുന്ന വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ വന്ന് ജുമയൊക്കെ കേൾക്കുന്ന ആളുകളെ നമുക്കാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ സക്കാത്ത് ഇപ്പൊ ഒരു ചർച്ചയാണ്. നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും സക്കാത്തിനെ കുറിച്ച് വേദന കേട്ടിട്ടുണ്ടോ? നിസ്കാരത്തെ കുറിച്ച് 10 ദിവസത്തെ വേദനുണ്ടാവും. നോമ്പിനെ പറ്റി ഇനി വേദന്റെ ഒരു വലിയ ഒരു മാല വരാൻ പോവാണ്. സക്കാത്തിനെ കുറിച്ചൊരു വേദന കേട്ടിട്ടുണ്ടോ? പറയില്ല, പറയാൻ തോന്നൂല. കൊടുക്കുക എന്ന് പറഞ്ഞ മനുഷ്യന് പ്രയാസമുള്ള കാര്യമാണ്. വാങ്ങാനാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ ഇപ്പൊ അത് സമൂഹത്തിലേക്ക് ഇട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യുംബറിൽ ഇനി വരുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ അർത്ഥത്തിൽ നമ്മൾ മറന്നുപോയ, നമ്മൾ പറയാതിരുന്ന, പറയാൻ മറന്നുപോയ, പറയാൻ മടിച്ചുപോയ കാര്യങ്ങളൊക്കെ നിരന്തരം അള്ളാഹു ശത്രുക്കളിലൂടെയോ അല്ലെങ്കിൽ ഇതര മതസ്ഥരിലൂടെയോ അതല്ലെങ്കിൽ സ്വന്തം മതത്തിലെ ആളുകളിലൂടെയോ അള്ളാഹു താല എങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ശ്രദ്ധിക്കട്ടെ, നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യഗ്ഫലുന്നാസു, അള്ളാഹുവിന്റെ ഈ 2 മാസത്തിനിടയിൽ, റജബിന്റെയും റമദാന്റെയും ഇടയിലുള്ള ഇത്തരം മാസങ്ങൾ അശ്രദ്ധയുള്ളവരായി മാറുന്നു എന്നത് ഞാൻ പറയാം. ശ്രദ്ധയുള്ളവരായിട്ട് മാറാനുള്ള പ്രചോദനമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ പഠിക്കണം. നമ്മൾ കൊടുക്കാനുള്ള സക്കാത്തിലൊക്കെ കണക്ക് കൂട്ടണം. കണക്കൂട്ടി കൃത്യമായി അത് നന്നായി ചെയ്യുന്ന കമ്മിറ്റി ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ അത് അവരെ ഏൽപ്പിക്കണം. അതിലൂടെ സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്ക് അത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ എന്നുള്ളത് ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങളുടെ ഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. യാതൊരു തർക്കവും അതിലില്ല എന്നുള്ളതാണ്. എന്റെ കയ്യിലുള്ള 100 രൂപയിൽ 2 രൂപ 50 പൈസ വണ്ടൂരങ്ങാടി കൂടെ അങ്ങനെ പോയപ്പോൾ ഒരാൾ എനിക്ക് വെറുതെ 100 രൂപ, എന്നാ റഫീഖ് സാഹിബ് നിങ്ങൾക്ക് 100 രൂപ,
അള്ളാഹ് അൽഹംദുലില്ലാഹ് നല്ല ഉപകാരമായിട്ടോ, വലിയ പ്രയാസമുള്ള സമയത്താണ്. പക്ഷെ നിങ്ങൾ പോകുമ്പോ ചെറുകോടി നമ്മളൊരു കൂട്ടുകാരനിട്ടോ, നിങ്ങൾ 2 ഉറുപ്പ്യ കൊടുക്കണം. ഞാൻ പറയും 2.5 അല്ല, ഒരു 50 ഉറുപ്പ്യാണ് കൊടുക്കുക. 50 കൊടുക്കണ്ട, 2.5 ഉറുപ്പ്യ കൊടുത്താൽ മതി. എന്നാൽ ഞാനൊരു 75 ഉറുപ്പ്യ എടുത്തിട്ട് 25 ഉറുപ്പ്യന് കൊടുത്തോളാം. കാരണം അത്ര കുടുങ്ങിയ നേരത്താണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അത് വേണ്ട, 2.5 ഉറുപ്പ്യ നിർബന്ധം കൊടുക്കണം. ഒരു മടി നമുക്കുണ്ടാവില്ല. 100 ആവുമ്പോ, 1000 ആവുമ്പോ 25 ഉറുപ്പ്യ, വലിയ മടിയൊന്നും ഉണ്ടാവില്ല. 1,00,000 ആവുമ്പോ 2,500, എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ 10 ലക്ഷം ആവുമ്പോൾ 25,000. അപ്പൊ നമുക്ക് ബേജാറായി. അപ്പൊ നമ്മളതിന്റെ പ്രസംഗം കേൾക്കൂല, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കും പോകില്ല. അത് കഴിച്ച് ബാക്കി 25,000 കൊണ്ട് വേറെ എന്തെങ്കിലും സംഭവം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും. ഈ അർത്ഥത്തിലുള്ള ദൗർബല്യങ്ങളുള്ള ആളുകളായിട്ട് മാറുന്നതിന് പകരം ആഴത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് വിശുദ്ധ റമദാനിന് വേണ്ടി മാനസികമായി നല്ലൊരു തയ്യാറെടുപ്പ് നടത്താൻ ഈ ശഅബാൻ മാസം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിൽ ആലോചിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ഉള്ളത്, ഖുർആൻ പ്രഭാഷണം എല്ലാ മാസവും നടക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് പരിചയം ഉണ്ടാകും. ഇന്ന് 7-ാം തീയതി 7:15 CN ഓഡിറ്റോറിയത്തിൽ വെച്ച് സക്കാത്ത് തസ്കിയത്തും തഹ്രീറുമാണ് എന്ന വിഷയത്തിൽ EM മുഹമ്മദ് അമീൻ സാഹിബിന്റെ പ്രഭാഷണമുണ്ട്. ഒഴിവുള്ള ആളുകൾ, ഒഴിവുള്ളവർ പോണം, ഒഴിവില്ലാത്തൊരു ഒഴിവുണ്ടാക്കി പോണം. ഒരു തരത്തിലും ഒഴിവില്ലാത്തൊരു പോകണ്ടവില്ല. പോകുന്നവർ കൃത്യമായി അത് കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി സമയം കണ്ടെത്തണം. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കാം. അള്ളാഹ്ക്ക് കിട്ടണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ രേഖയിൽ വരണം, നാളെ പരലോകത്ത് അതുണ്ടാവണം. ആ അർത്ഥത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ, എല്ലാ പ്രവർത്തനവും ചെയ്യാൻ, എല്ലാ ദിക്റുകളും നമുക്ക് ഉൾപ്പെടുത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയൊക്കെ ചെയ്യും, കുറച്ചൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പടച്ചവനെ. പക്ഷെ കർമ്മരംഗത്ത് വരുമ്പോ ഞങ്ങൾ വല്ലാതെ തെറ്റായി പോകുന്നു, വല്ലാതെ പാളിപ്പോകുന്നു. നാഥാ, ഞങ്ങൾക്ക് നീ നല്ല കർമ്മശുദ്ധി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഒരു തരത്തിലും ശഅബാനിലെ അശ്രദ്ധയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ. ശ്രദ്ധിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കർമ്മങ്ങൾ വിശുദ്ധമായ കർമ്മങ്ങളാക്കി വിശുദ്ധ റമദാനിലേക്ക് നല്ല പരിശുദ്ധിയോടുകൂടി ക്ഷമയുടെ എല്ലാ പാഠങ്ങളും പഠിച്ച് പരിശീലിച്ച് അള്ളാഹുവെ നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. നീ വിളിച്ചിട്ട് വന്നവരാണ് നാഥ. പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരുടെ മക്കളും മരുമക്കളും കുട്ടികളുമായ ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അടച്ചവനെ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് നീ മാപ്പാക്കി അവരെയും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഓടി നടന്നിരുന്ന കാലമുണ്ടായെന്ന പല ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോ തൊട്ട് റൂമിൽ നിന്ന് ബാത്റൂമിൽ പോലും നടക്കാൻ പറ്റാതെ ബെഡിലൊതുങ്ങിയ രോഗികൾ ഞങ്ങളെ വീട്ടിലുണ്ട്. നീ അവരെ പ്രത്യേകം പരിഗണിക്കണമേ തമ്പുരാനെ. അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ. ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും റഹ്മത്തും നൽകി ഞങ്ങളെ കുടുംബത്തിലെ രോഗികളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി അവരെയും ഞങ്ങളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഗസയിലെ വിശ്വാസികൾക്കുണ്ടായ പോലുള്ള കരുത്ത് നൽകി, ഈമാന്റെ കരുത്ത് നൽകി ഞങ്ങൾക്ക് ഈ റമദാനിലും ഈ ശഅബാനിലും ഒക്കെ ഞങ്ങൾക്ക് നീ പ്രത്യേകം ഉദവി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ എപ്പോ വിളിച്ചാലും ഞങ്ങൾ വരേണ്ടവരാണ്. ഈ ലോകത്ത് നിന്ന് നിന്റെ അടുത്തേക്കുള്ള യാത്രയുടെ സമയത്ത് നാഥാ, നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നാവിൽ പടപടപ്പില്ലാതെ ആശങ്കയില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പടച്ചവനെ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് طيب تراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم انصر جيوش المسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار. اللهم أدخلنا الجنة يا رب العالمين. اللهم بارك لنا في شعبان. اللهم بارك لنا في شعبان وبلغنا شهر رمضان. وفقنا فيه للصيام والقيام ولتلاوة القرآن يا رب العالمين. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.